ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാരമൽ പുഡിംഗ് ആണ്. കാരമൽ പുഡിംഗ് എന്നാ പേര്, പക്ഷേ ഞാൻ ഉണ്ടാക്കി വരുമ്പോൾ ലാസ്റ്റ് കാണാൻ എന്താവുമെന്ന്. അപ്പോൾ അതിനൊരു ഗ്ലാസ് പാൽ ഒഴിച്ചിട്ട് നമ്മുടെ കയ്യിൽ ബ്രെഡ് ആണെങ്കിൽ ബ്രെഡ്, അല്ലെങ്കിൽ ബണ്ണാവുള്ളെങ്കിൽ ബണ്ണ്, ഇതിലേതെങ്കിലും ഒന്നായിരിക്കണം യൂസ് ചെയ്യാൻ. അപ്പം ഞാനൊരു 1.5 ബണ്ണ് എടുത്തിട്ട് ജസ്റ്റ് അതിനകത്ത് മുറിച്ചിടുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കുതിരാൻ. എന്നിട്ട് ഞാൻ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ബണ്ണ് അതിനകത്ത് ഇട്ടിട്ട് സ്പൂൺ വെച്ച് ഉടച്ചു കൊടുത്തായിരുന്നു. ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് പാൽ തിളപ്പിക്കുമ്പം ഈ ബണ്ണ് അങ്ങ് ഇതായി പൊക്കോളും, അലിഞ്ഞിതാവും. അപ്പം നമ്മൾ പാനിലിട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇവിടെ പാൽ ഞാൻ ഒഴിച്ചത് കുറഞ്ഞു പോയി, അപ്പം നിങ്ങൾ എടുക്കുമ്പം ആ കൃത്യ അളവിൽ വേണം എടുക്കാൻ. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ഇവിടെ പാൽ കുറവായതുകൊണ്ട് ഭയങ്കര തിക്കായിട്ടായിരുന്നു എൻ്റെ ഇതിരുന്നത്. അപ്പം ഇച്ചിരിയും കൂടെ പാലൊക്കെ ഒഴിക്കണം. എന്നിട്ട് നമ്മൾ ക്യാരമൽ ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ ക്യാരമൽ നല്ല ഫ്ലോപ്പായി പോയതുകൊണ്ട് പിന്നെ ഞാൻ ആ വഴിയേ നോക്കിയില്ല, ബാക്കി കാര്യങ്ങളിലോട്ട് ഞാൻ പിന്നെ കിടക്കുമായിരുന്നു. പിന്നെ നമുക്ക് അടുത്തത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ 2 മുട്ട എടുത്തിട്ട് മിക്സിക്കകത്തോട്ട് എടുത്തിട്ട് പിന്നെ 2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആകട്ടെ നമുക്ക് ചേർക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ വാനില എസൻസും ഞാൻ ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച സാധനം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കണം. എന്നിട്ട് അതും കൂടെ വെച്ച് വേണം മിക്സിയിൽ അടിക്കാൻ വേണ്ടി. എന്നിട്ട് ഇതിങ്ങനെ ബൗളിലോട്ട് നല്ല ലൂസായിട്ടുള്ള രീതിയിലായിരിക്കണം അതിൻ്റെ ബാറ്റർ. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ടിന്ന്, എന്നാലും ഏതെങ്കിലും ഒരു തരത്തിലുള്ള പാത്രം എടുത്തിട്ട് അതിനകത്ത് ഈ കാരമൽ നേരത്തെ ഒഴിച്ച് സെറ്റാക്കിയ പാത്രത്തിലോട്ട് വേണം ഈ ബാറ്റർ വയ്ക്കാൻ. അപ്പം ഞാൻ ആ സ്റ്റെപ്പ് കട്ടാക്കിയതുകൊണ്ട് അത് ഇതിലില്ല. അപ്പം ഞാനൊരു കേക്ക് ടിന്നിനകത്തോട്ട് ഇതെല്ലാം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് അപ്പച്ചെമ്പിലോ ഒരു പാത്രത്തിനകത്തോ വലിയൊരു പാത്രത്തിൽ നിന്ന് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് റിങ് ഇറക്കി വെച്ചിട്ടാണ് ഞാൻ അത് അടച്ച് വെച്ച് ഇതാക്കുന്നത്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ട്, കാരണം ഞാൻ ഇത് ആദ്യമായിട്ട് ഈ പുഡിങ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം സത്യം പറയല്ലോ ഫ്ലോപ്പായി പോയി. അപ്പോൾ നിങ്ങൾ ആരും ഇത് പരീക്ഷിക്കട്ടെ. പക്ഷേ ഞാൻ ഇത് എന്തായാലും നല്ല രീതിയിൽ ചെയ്തൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. എന്തായാലും അത് ഫ്ലോപ്പായി. ഒരു പഴമെങ്കിൽ പഴത്തിട്ടാന്ന് ഓർത്തു. പിന്നെ കുറച്ച് നേരം പൂച്ചക്കുട്ടിയായിട്ടൊക്കെ കളിച്ച് എന്നിട്ട് കുറച്ച് സിനിമയൊക്കെ കണ്ടു. അപ്പോൾ ശരി ഗൈസ്, എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം കേട്ടോ.